പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ പ്രിയ സഹോദരെ, വളരെ ദുഃഖകരമായ ചില അവസ്ഥകളാണ് ഈ ദിവസങ്ങളെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് നമ്മുടെ ലോകത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്? തിരുവചന ഭാഗത്തൊക്കെ നമ്മൾ അതിനെപ്പറ്റി വ്യക്തമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് ചിന്തിക്കുക ഒരു 2-3 കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്? ദുരന്തം ഉണ്ടാകുന്നത് തന്നെയല്ല, മറിച്ച് അതിന് നമ്മൾ എന്ത് ചെയ്യണം? ദൈവം എന്താണ് ഇതിൽ നിന്ന് ആഗ്രഹിക്കുക? ഇങ്ങനെ 2-3 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തുകയാണ് തിരുവചനത്തിലൂടെ. പ്രകൃതി ദുരന്തങ്ങള്, സഭയിലുണ്ടാകുന്ന പ്രശ്നങ്ങള്, അതിനെ തുടർന്ന് സഭയിൽ നമ്മളെ കുറച്ച് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേൾക്കാനിടയായി, നമ്മൾ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിച്ചിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ദുരന്തങ്ങള്. ദൈവവിളിയിൽപ്പെട്ടവർ തന്നെ ജീവിതം തീർക്കുന്ന അല്ലെങ്കിൽ ജീവിതം മടുക്കുന്ന അവസ്ഥയിലേക്ക്, നിരാശയുടെ അവസ്ഥയിലേക്ക്, ദൈവം തിരഞ്ഞെടുത്തവർ പോലും നിരാശയുടെ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു വലിയ ദുരന്തം, ഇന്നുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്ത അവസ്ഥ സഭയിൽ നമ്മൾ കണ്ടു തുടങ്ങി. എന്തുകൊണ്ടാണ് സഭയിലും സമൂഹത്തിലും ഇതുപോലെ അസ്വസ്ഥതകൾ നമുക്കുണ്ടാകുന്നത്? ഇതിനെ എങ്ങനെ നമുക്ക് അതിജീവിക്കാൻ പറ്റും? നമ്മൾ ഇതിനോട് ഏത് മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ നിൽക്കേണ്ടത്? നമുക്ക് തിരുവചനത്തിലൂടെ ഒന്ന് നോക്കാം. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം അതിന്റെ 13-ാം അധ്യായം 3 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഈശോ പറയുന്നത് യുഗാന്ത്യത്തെ കുറിച്ചാണ്. കർത്താവിന്റെ 2ാം വരവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ആ ഒരുങ്ങുന്നതിന് അടയാളമായിട്ട് കർത്താവ് തരുന്ന ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അവിടെ പറയുന്ന ഇതാണ്, പ്രത്യേകമായിട്ട് നമുക്ക് വായിക്കുവാൻ. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം മൊത്തം നമുക്ക് വായിക്കേണ്ട, അതിന്റെ 5 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് നോക്കാം. യേശു അവരോട് പറഞ്ഞു, നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഒന്ന് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാനാണ്, നിങ്ങളുടെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ. അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്താലും മതി. വചനത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ അത്രമാത്രം ഒന്ന് വചനം നിങ്ങൾ വാചിക അർത്ഥത്തിൽ നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല, അത്രയൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ വഴിതെറ്റിക്കുന്ന മനുഷ്യനെ, യഥാർത്ഥ വഴിയിൽ നിന്ന് വഴിതെറ്റിക്കുന്ന ചില വ്യക്തികൾ, കർത്താവ് പറഞ്ഞു അവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. വീണ്ടും പറയാണ്, ഞാനാണ് എന്ന് പറഞ്ഞ് പലരും എൻ്റെ നാമത്തിൽ വരും, അവർ അനേകരെ വഴിതെറ്റിക്കും. ക്രിസ്തു ഇവിടെയുണ്ട്, അവിടെയുണ്ട്, അല്ലെങ്കിൽ ഞാനാണ് ദൈവം എന്നൊക്കെ പറഞ്ഞ് പല മനുഷ്യ ദൈവങ്ങളും പ്രത്യക്ഷപ്പെടും. പല രീതിയിലേക്ക് നിങ്ങളെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ആ ദൈവത്തിന്റെ പ്രവൃത്തികളാണ് അവിടെ നടക്കുന്നത്, ഇല്ല ദൈവമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വചനത്തിൽ നിന്ന് വഴി മാറ്റിവിടും. വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സഭയിൽ തന്നെ വചനവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുവാൻ ആളുകൾ ഉണ്ടാവും. ഈശോ പറയുന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. വീണ്ടും പറയും, നിങ്ങൾ യുദ്ധങ്ങളെ പറ്റി നിങ്ങൾ കേൾക്കും, അതേപറ്റിയുള്ള കിംവദന്തികളും. അപ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകരുത്, ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്. എന്നാൽ അപ്പോഴും അവസാനമായിട്ടില്ല. ഇന്നലെ അവസാനമൊന്നും ആയിട്ടില്ല. ഇത് അവസാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ 2ാം വരവ് ആയിട്ടില്ല. അതിനെ തുടർന്നുള്ള ഒരു ഒരുക്കം മാത്രമാണ്. വീണ്ടും 8-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തലയുയർത്തും. സഭയിലുള്ള അംഗങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാകും. നമുക്കറിയാം, പല ദേവാലയങ്ങളിലും പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ പല സമൂഹങ്ങളും ഭിന്നിച്ചുകൊണ്ട് ദൈവരാജ്യത്തെ മക്കൾ തന്നെ പരസ്പരം ഭിന്നിക്കുന്ന അവസ്ഥ. അതാണ് രാജ്യം രാജ്യത്തിനെതിരായി എന്ന് ഇവിടെ ഉദ്ദേശിക്കുക. വീണ്ടും പറയാണ്, പല സ്ഥലങ്ങളിലും ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും ഉണ്ടാകും. ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രം. നിങ്ങൾ ജാഗരൂകരായിരിക്കും. ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ, ഈ പ്രശ്നങ്ങളും ഭൂകമ്പങ്ങളും യുദ്ധങ്ങളും പരസ്പരം ഭിന്നിപ്പിക്കലും വഴിതെറ്റിക്കലും എല്ലാം ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഇതാ കർത്താവിന്റെ ആഗമനം പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു. പിന്നെ ഇനി അധികം നാളില്ല, മുൻപോട്ട് അധികം നാളില്ല. നിങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ദൂരത്തിൽ ഇതാ കർത്താവ് നിങ്ങളെ വിധിക്കുവാൻ വേണ്ടിയിട്ട്, അന്ത്യവിധിക്ക് വേണ്ടി കർത്താവ് വരാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ ദിവസമൊക്കെ പലരും പറഞ്ഞൊരു കാര്യമാണ്, എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ഇത്രമാത്രം ക്രൂരമായിട്ട് ഈ മനുഷ്യനെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? കൊറോണയുടെ കാലഘട്ടം വന്നപ്പോൾ പലരും പറഞ്ഞു, ദൈവം എവിടെയാണ്? ഈ വ്യാജ പ്രവാചകന്മാര്, ദൈവ ശുശ്രൂഷകർ എവിടെ പോയി? ഈ കർത്താവ് എവിടെ പോയി? സൗഖ്യം നൽകുന്ന ധ്യാന കേന്ദ്രങ്ങൾ എവിടെ പോയി? വചന പ്രഘോഷകർ എവിടെ പോയി? ഈ കൊറോണ വന്നപ്പോൾ ദൈവം എവിടെ പോയി എന്ന് പറഞ്ഞ് ദൈവത്തെ കുറ്റപ്പെടുത്തിയവരുണ്ട്. പല ദുരന്തങ്ങളും വരുമ്പോൾ കരഞ്ഞുകൊണ്ട് പറയും, ദൈവം എവിടെ പോയി? ദൈവം എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അപ്പൊ പല ദുരന്തങ്ങളിലും നമ്മൾ അവസാനം പഴിക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ് ദൈവം. എന്നാൽ ദൈവം എന്താണ് നമ്മളോട് പറയുന്നതെന്ന് കേൾക്കാൻ നമുക്ക് പലപ്പോഴും സമയമില്ല.
ഈ കഴിഞ്ഞ ദിവസം ഈ ദുരന്തങ്ങൾക്കിടയിൽ വന്നപ്പോൾ പലരും പറഞ്ഞൊരു കാര്യമാണ്. അതുപോലെ ഈ സമയങ്ങളിൽ, കൊറോണയുടെ സമയത്തും ദുരന്തങ്ങളുടെ സമയങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദേവാലയത്തിലേക്ക് ആൾക്കാരുടെ തിരക്കാണ്. പിന്നെ ഓൺലൈൻ പ്രാർത്ഥന, മണിക്കൂറുകൾ, ഒരു ദിവസം മുഴുവൻ പ്രാർത്ഥന, ഉപവസിച്ച് പ്രാർത്ഥന. ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണോ നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലേണ്ടത്? അതെന്തിനു വേണ്ടിയിട്ടുള്ള ആ ഒരു ലക്ഷ്യം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അംഗീകരിക്കാതെ, അനുസരിക്കാതെ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ പക്കലേക്ക് ഓടി ചെന്നുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ, ഇതൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തിന് അസ്വസ്ഥപ്പെടുന്നു? ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട മനോഭാവം എന്താണെന്ന് എനിക്ക് തോന്നിയ, ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന, അല്ലെങ്കിൽ എൻ്റെ ചിന്തയിൽ ദൈവം തന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. യേശുവും ശിഷ്യന്മാരും വള്ളത്തിൽ മറുകരയ്ക്ക് പോകുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. ഈശോ വള്ളത്തിന്റെ അമരത്ത് കിടന്ന് ഉറങ്ങുന്നു. ശിഷ്യന്മാർ വള്ളം തുഴഞ്ഞുകൊണ്ട് പോവുകയാണ്. കുറെ ചെന്നപ്പോൾ കടലിൽ ശക്തമായി കാറ്റ് വീശി, ഭയങ്കര തിരമാലകൾ ഉയർന്നു. വലിയ കാറ്റും കോളും മഴയും ഉണ്ടായപ്പോൾ ശിഷ്യന്മാര് ഭയന്നു. വള്ളം മുങ്ങുന്ന രീതിയിൽ അത് ആടി ഒലിയാൻ തുടങ്ങി. പക്ഷെ ഇതൊന്നും അറിയാതെ ഈശോ അമരത്ത് കിടന്നുറങ്ങുക. ഞാൻ ഓർക്കാറുണ്ട്, ഈശോ എന്തുകൊണ്ടാണ് ഇങ്ങനെ കിടന്നുറങ്ങിയത്? ഈ മഴ നനഞ്ഞ്, ഇല്ലെങ്കിൽ ഈ കാറ്റ് ആടി ഒലയുന്ന വള്ളത്തിൽ കിടന്നുകൊണ്ട് ഒരു തലയണ പോലും വെക്കാതെ, ഇല്ലെങ്കിൽ ഒരു ബെഡിൽ കിടക്കാതെ ഈ പലകമേല് എങ്ങനെ കർത്താവിന് കിടന്നുറങ്ങാൻ പറ്റും? അവിടുന്ന് കണ്ണടച്ച് കിടന്നു. ഈ തിരമാലകളെല്ലാം ഉയർന്നപ്പോൾ ശിഷ്യന്മാര് ഭയത്തോടുകൂടി കർത്താവിനെ വിളിച്ചേൽപ്പിച്ചു, ദൈവമേ, ഇതാ ഞങ്ങൾ നശിക്കാൻ പോകുന്നു. അപ്പൊ ഈശോ എഴുന്നേറ്റിട്ട് അവരോട് ചോദിച്ചു, എന്താണ് അല്പവിശ്വാസികളെ, നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി? അപ്പൊ ഈശോ വള്ളത്തിൽ കിടക്കുക. അപ്പൊ ഈശോയോട് പറഞ്ഞൊരു വാക്ക് ഇതാണ്, ഇതാ ഞങ്ങൾ നശിക്കാൻ പോകുന്നു. ഈശോ വള്ളത്തിലുണ്ട്, നമ്മൾ എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. ഇതുപോലെയാണ് നമ്മുടെ ഓരോ പ്രാർത്ഥനകള്. നമ്മൾക്ക് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം ഇല്ലാതെ നമ്മൾ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഞങ്ങൾ ഇതാ നശിക്കാൻ പോകുന്നു. ദൈവം നമ്മളെ കാണുന്നുണ്ട്, നമ്മുടെ ചിന്തകൾ അവിടുന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇതാ സങ്കീർത്തന പുസ്തകം നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. 91 സങ്കീർത്തനത്തില് നമ്മൾ സ്ഥിരം വായിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ് 91 സങ്കീർത്തനം. അതിന്റെ 6 മുതലുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കണ്ട. നിന്റെ പാർശ്വങ്ങൾ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000, എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കില്ല. നീ ആരാണ്? അതാണ് ഈ വചനഭാഗം സങ്കീർത്തനം തുടങ്ങുമ്പോൾ പറയുന്നത്. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും ഭാഗ്യവാൻ. അതായത് അത്യുന്നതന്റെ ദൈവത്തിന്റെ തണലിൽ, ദൈവത്തിന്റെ കൽപ്പനകളുടെ കീഴില്, ദൈവകൽപ്പനകളോട് ചേർന്ന് അത് അനുസരിച്ച് ജീവിക്കുന്നവർ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ, അവരെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000, എങ്കിലും നിനക്ക് ഒരു അനർത്ഥവും സംഭവിക്കില്ല. കാരണം എന്താ? നിന്റെ കൂടെ ദൈവമുണ്ട്. നിന്റെ കൺമുന്നിൽ പലരും മരിച്ചു വീഴുന്ന കാണുമ്പോൾ, പലരും പ്രളയത്തിലും ദുരന്തങ്ങളിലും മരിച്ചു വീഴുന്ന കാണുമ്പോൾ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നിന്റെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. വീണ്ടും പറയുകയാണ് 9-ാമത്തെ തിരുവചനം, നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. അതിന്റെ കാരണം എന്താണ്? നിനക്ക് സംരക്ഷണം ലഭിക്കുന്നതിന്റെ ഒരു കാരണം എന്താണ്? നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ആവശ്യം വരുമ്പോൾ ഓടി ഓടി വന്ന് കർത്താവിന്റെ ഭവനത്തിൽ വാസം ഉറപ്പിക്കുവാൻ, ഇല്ല ഒരു മഴ വരുമ്പോൾ ഓടി കയറി നിൽക്കാനുള്ള സ്ഥലമായിട്ടല്ല നീ കർത്താവിന്റെ ഭവനത്തെ കണ്ടത്. മഴയുള്ളപ്പോഴും മഴയില്ലാത്തപ്പോഴും, സുഖത്തിലും സന്തോഷത്തിലും വേദനയിലും സുഖ സൗകര്യങ്ങളിലും എല്ലാം, ആ നിമിഷങ്ങളിലെല്ലാം നീ കർത്താവിൽ വാസമർപ്പിച്ചു. നീ കർത്താവിനെ വിട്ടുപോയില്ല. ദൈവകൽപ്പനകൾ നീ ഉപേക്ഷിച്ചില്ല. ദൈവത്തെ നീ മറന്നില്ല. അങ്ങനെ എപ്പോഴും നീ എന്നോട് കൂടി ഉണ്ടായിരുന്നതിനാലാണ് ഇവിടെ 9-ാം സങ്കീർത്തനം 91:9 പറയുന്നത്, നീ കർത്താവിൽ ആശ്രയിച്ചു. നിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളിലും നിന്റെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാം നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. ദൈവത്തിന്റെ കൽപ്പനകൾ നീ അനുസരിച്ചുകൊണ്ട് ആ ദൈവത്തിൽ നീ വാസമർപ്പിച്ചു. ആ ദൈവത്തിൽ നീ ജീവിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഈ സംരക്ഷണം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. വീണ്ടും പറയാണ് 10-ാമത്തെ തിരുവചനം, അതുകൊണ്ട് നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിനക്ക് തന്നെയല്ല, നീ നീതിമാനായതുകൊണ്ട്, നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, നിനക്ക് തന്നെയല്ല നിന്റെ കുടുംബത്തിനും ഒരു അനർത്ഥം വരികയില്ല. പുസ്തക പ്രവർത്തനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, പൗലോസും ശീലാസും ജയിലറയിൽ കിടന്നുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചപ്പോൾ അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ചങ്ങലകൾ കൊട്ടി വീണു. അവർ സ്വതന്ത്രരായി. കാരാഗ്രഹത്തിൽ നിന്ന് അവർ സ്വതന്ത്രരായപ്പോൾ
പടയാളികൾ അവർ പേടിച്ചു പോയി. കാരണം ഇവർ പുറത്തിറങ്ങിയാൽ ആ പടയാളികളെ രാജാവ് കൊന്നുകളയുമല്ലോ. സുരക്ഷിതത്വം നൽകാൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്ന പടയാളികൾ ഈ പൗലോസും സിലാസും സ്വതന്ത്രരായപ്പോൾ അവർ ഭയന്ന് വിറച്ചു. എന്നിട്ട് അവര് ഈ പൗലോസിന് മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു, സഹോദരൻ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? ഞങ്ങൾ ഈ അവസ്ഥയിൽ നിന്ന്, ഞങ്ങളുടെ ഈ പ്രതിസന്ധിയിൽ ഞങ്ങളെ രക്ഷപ്പെടാൻ എന്ത് ചെയ്യും? അപ്പൊ പൗലോസിലെ പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവായി യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായി യേശുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബം വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും, നിന്റെ കുടുംബത്തിൽ അവിശ്വാസികളായ വ്യക്തികൾ ഉണ്ടെങ്കിൽ പോലും നീ വിശ്വസിച്ചാൽ നിന്റെ കുടുംബത്തെയും കർത്താവ് രക്ഷപ്പെടുത്തും. നമുക്ക് തിരുവചന ഭാഗത്ത് അതിന് വ്യക്തമായ തെളിവുകളുണ്ട്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തില് 19-ാമത്തെ അധ്യായത്തില് അതിന്റെ 23 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും, സൊദോം ഗൊമോറ നശിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ലോത്തിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരുന്ന ഒരു സംഭവമാണ്. ലോത്ത് കർത്താവിന് പ്രിയപ്പെട്ടവനായിരുന്നു. ലോത്ത് നീതിമാനായിരുന്നു. കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. പക്ഷെ ലോത്തിന്റെ കൂടെയുള്ളവർ അങ്ങനെ ആയിരുന്നില്ല. ലോത്ത് നീതിമാനായിരുന്നുകൊണ്ട് ലോത്തിന്റെ അടുത്ത് ദൈവദൂതന്മാർ വന്നു പറഞ്ഞു, ഇതാ ഈ നഗരം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നീ ഇവിടുന്ന് ഈ നഗരത്തിൽ നിന്ന് ദൂരേക്ക് മാറിക്കൊള്ളുക, നിനക്ക് വേണ്ടപ്പെട്ടവരെ നീ കൂട്ടിക്കൊള്ളുക. അപ്പോൾ ലോത്ത് അന്നേരം തന്നെ ഓടിച്ചെന്ന് തന്റെ പെൺമക്കളെ വിവാഹം ചെയ്യാനിരുന്നവരുടെ അടുത്ത് പോയി പറയുകയാണ്, ഇതാ ദൈവത്തിന്റെ ദൂതൻ വന്ന് എന്നോട് പറഞ്ഞു ഈ നഗരം വിട്ടു പോകണം, ഇല്ലെങ്കിൽ ഈ നഗരം ചാമ്പലാക്കാൻ പോവാ, അഗ്നിക്കിരയാക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ലോത്തിനെ അവർ കളിയാക്കി. അവർ വന്നില്ല. ലോത്ത് നിർബന്ധിച്ച് പറഞ്ഞിട്ടും അവർ വന്നില്ല. ലോത്ത് തിരിച്ചു വന്ന് തന്റെ പെൺമക്കളെയും തന്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട് ഇതാ ലോത്ത് പിറ്റേ ദിവസം, അതുവരെ ആ ദൂതന്മാർ അവിടെ കാവൽ നിൽക്കുകയാണ് ലോത്തിന്. എന്നിട്ട് ലോത്ത് പറയുന്നുണ്ട്, ഈ നഗരം നശിപ്പിക്കരുതേ, 40 പേരെങ്കിലും ഉണ്ടെങ്കിൽ 30 പേരെങ്കിലും, അവസാനം 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നഗരം നശിപ്പിക്കുവോ? അപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ പറഞ്ഞു, ഇല്ല, 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ ആ നീതിമാന്മാരെ പ്രതി ഞാൻ ഈ നഗരം നശിപ്പിക്കുകയില്ല. പക്ഷെ 10 പേരെ പോലും കണ്ടെത്താൻ അവിടെ സാധിച്ചില്ല. ആകെപ്പാടെ നീതിമാനായിട്ടുള്ളായിരുന്നു ഒരാൾ മാത്രം. ആ ഒരാളായി ലോത്തിനോട് ദൈവം പറഞ്ഞു, നീ ഈ നഗരം വിട്ടു പൊക്കോളുക. അപ്പൊ ലോത്ത് തന്റെ ഭാര്യയും 2 പെൺമക്കളെയുമായിട്ട് ഇതാ ആ നാട് വിടുകയാണ്. ആ നാട് വിട്ട് പോയതിനു ശേഷം മാത്രമാണ് അവിടെ ആ നഗരം കർത്താവ് അഗ്നിക്കിരയാക്കുക. ഇതിന്റെ ആശയം, അതായത് ലോത്തിനെ കർത്താവ് സംരക്ഷിക്കുന്നു. ലോത്ത് ജീവിതകാലം മുഴുവൻ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തു, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് നീതിമാനായിട്ടിരുന്ന് ജീവിച്ച ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഒരാളെ പ്രതി അവന്റെ കുടുംബത്തെ ദൈവം രക്ഷപ്പെടുത്തി. എന്നിട്ട് ലോത്തിനോട് പറയുന്നുണ്ട്, നിനക്ക് ആവശ്യമുള്ളവരൊക്കെ കൂട്ടിക്കോ, നന്മ ചെയ്യുന്നവരുന്നോ തിന്മ ചെയ്യുന്നവരുന്നോ എന്നുള്ള ഒരു വ്യത്യാസമില്ല, നിനക്ക് വേണ്ടപ്പെട്ടവരെ നീ കൂട്ടിക്കൊണ്ട് ഈ നാട് വിട്ടുപോയിക്കൊള്ളുക. പക്ഷെ ലോത്ത് നോക്കിയിട്ട് ആരും തന്റെ കൂടെ വന്നില്ല. തന്റെ കുടുംബമല്ലാതെ ആരും ലോത്തിന്റെ കൂടെ വന്നില്ല. നോക്കുക, മറ്റൊരു തിരുവചന ഭാഗം നമുക്ക് കാണാൻ സാധിക്കും, നോഹയുടെ സംഭവം. ഉൽപ്പത്തി പുസ്തകത്തിലെ 8-ാം അധ്യായത്തില് 20-21 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, നോഹയോട് കർത്താവ് പറയുന്നുണ്ട്, പെട്ടകം ഉണ്ടാക്കുക, ഇതാ ജലപ്രളയം മൂലം ഞാൻ ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ്. അവിടെ കർത്താവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിച്ച ആ നോഹയെ രക്ഷപ്പെടുത്തുവാൻ, നോഹയുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തുവാന്, നോഹയെ പ്രതി നോഹയുടെ കുടുംബത്തെയും കർത്താവ് രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. അങ്ങനെയാണ് ഉൽപ്പത്തി 8:20 മുതൽ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. എപ്പോഴാണ്? ഈ പ്രളയമെല്ലാം കഴിഞ്ഞ് ഇതാ പെട്ടകത്തിൽ നിന്ന് അവരെല്ലാവരും പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നോഹ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. നോഹ ഒരു ബലിപീഠം നിർമ്മിച്ച് ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളും എല്ലാ പക്ഷികളിൽ നിന്നും അവൻ അവിടത്തേക്ക് ഒരു ദഹന ബലി അർപ്പിച്ചു. ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി, ഇതാ നോഹ ദൈവത്തിന് അർപ്പിച്ച ബലി. ഈ ദുരന്തത്തിന് ശേഷം നോഹ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി അവിടുന്ന് ബലി അർപ്പിക്കുക, ദൈവത്തിന്റെ മുമ്പിൽ ബലി അർപ്പിച്ചപ്പോൾ ദൈവം ആ ബലിയെ പ്രസാദിച്ചിട്ട് നോഹയോട് പറയുന്ന ഒരു വചനഭാഗമുണ്ട്. ഈ ഭാഗമാണ് ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പലരും ഈ വചനഭാഗം എടുത്താണ് ഓരോ മെസ്സേജുകളും ഓരോ പ്രാർത്ഥനകളും ദൈവത്തെ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തെ ഓർമ്മപ്പെടുത്തുക, കാരണം ദൈവത്തിന് ഓർമ്മയില്ലാത്തത് കൊണ്ട് നമ്മൾ ദൈവത്തെ ഓർമ്മപ്പെടുത്തുക. എന്താണ് അവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന വചനം നമ്മൾ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ നീ അന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ട് ഇനി ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാക്കരുതേ. ഹൃദ്യമായ ആ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി, മനുഷ്യൻ കാരണം ഭൂമിയെ ഇനി ഒരിക്കലും ഞാൻ ശപിക്കുകയില്ല, എന്തെന്നാൽ തുടക്കം മുതലേ അവന്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. അടുത്ത വചനമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ചെയ്തതുപോലെ ജീവജാലങ്ങളെ എല്ലാം ഇനി ഒരിക്കലും ഞാൻ നശിപ്പിക്കുകയില്ല.
ദൈവം പറയുകയാണ്, ഇപ്പോൾ ചെയ്തതുപോലെ ജീവജാലങ്ങളെയെല്ലാം ഇനി ഒരിക്കലും ഞാൻ നശിപ്പിക്കുകയില്ല. ഭൂമിയുള്ളിടത്തോളം കാലം വിതയും കൊയ്ത്തും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും നിലയ്ക്കുകയില്ല. ഇനി ഈ പ്രളയം കാരണം കൊണ്ട് ഇതുപോലെ ഭൂമി ഞാൻ നശിപ്പിക്കുകയില്ല. ഈ വചനമെടുത്താണ് പലരും പലപ്പോഴും പറയുന്നത്, ഈ ജലപ്രളയം, അന്ന് ജലപ്രളയം വിട്ടപ്പോൾ കർത്താവേ അങ്ങ് പറഞ്ഞിട്ടില്ലേ ഇനി ഇങ്ങനെ ജലപ്രളയം ഒന്നും വിടില്ല, ജലത്താൽ നശിപ്പിക്കില്ല എന്ന് അങ്ങ് പറഞ്ഞിട്ടില്ലേ എന്ന് നമ്മൾ ദൈവത്തെ ഓർമ്മപ്പെടുത്തുക. ദൈവത്തിന് ഇതൊന്നും അറിയത്തില്ലല്ലോ, മനുഷ്യനാണല്ലോ ഇതെല്ലാം അറിയാവുന്നത്. അവിടെ തിരുവചനം പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഇപ്പോൾ ചെയ്തതുപോലെ ജീവജാലങ്ങളെ ഞാൻ നശിപ്പിക്കുകയില്ല. എങ്ങനെയാണ് അന്ന് ചെയ്തത്? ഭൂമി മുഴുവൻ വെള്ളത്തിന്റെ അടിയിലാക്കി. ആ ഒരു കുടുംബമല്ലാതെ ഭൂമി മൊത്തം വെള്ളത്തിന്റെ അടിയിൽ, ആ ഭൂമിയിൽ ഉണ്ടായിരുന്ന എല്ലാ ഒരു ജോഡി ജീവജാലങ്ങളെ അല്ലാതെ ബാക്കി എല്ലാം അവിടുന്ന് വെള്ളത്തിന് മുക്കിക്കളഞ്ഞു. അതുപോലെ ലോകം മുഴുവൻ മുക്കിക്കളയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. എന്ന് കരുതിക്കൊണ്ട് ജലപ്രളയം ഉണ്ടാവില്ലെന്നോ ദുരന്തങ്ങൾ ഉണ്ടാവില്ലെന്നോ അല്ല ദൈവത്തിന്റെ വചനത്തിന്റെ അർത്ഥം. പുറപ്പാടിന്റെ പുസ്തകത്തില് ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചുകൊണ്ട് വന്നപ്പോൾ കടലിൽ മുക്കിക്കൊന്ന്, ഈജിപ്തിലെ സൈന്യത്തെ കടലിൽ മുക്കിക്കൊന്ന ദൈവം, അത് ദൈവം ആരെയും മുക്കിക്കൊല്ലുന്നതല്ല. ഇസ്രായേൽ ജനത്തെ സംരക്ഷിച്ചതിന്റെ ഭാഗമായിട്ട് ഇസ്രായേൽ ജനത്തെ അവിടുന്ന് ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോന്നപ്പോൾ ആ ജനത്തിനെ യുദ്ധം ചെയ്യുവാൻ, ഇസ്രായേൽ ദൈവത്തിന്റെ സ്വന്തം ജനത്തെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി പുറകെ വന്നവർക്ക് ഉണ്ടായ വലിയൊരു ദുരന്തമാണ് ആ കടലിൽ അത്രയും സൈനികരും ഫറവോയുടെ ആൾക്കാരും നശിച്ചു പോകാനിടയായത്. അല്ലാണ്ട് ദൈവം ആരെയും നശിപ്പിക്കുന്നതല്ല. ദൈവമല്ല പ്രളയം വരുത്തുന്നത്. ഈ പ്രളയമൊക്കെ ദുരന്തങ്ങൾ വരുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ, ദൈവത്തിന്റെ സംരക്ഷണത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ പിശാച് നമ്മളെ കെണികളിൽ കൊണ്ടെത്തിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുക. മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ടാവുന്ന തിന്മകൾക്ക് പിശാച് അവിടെ അക്രമം അഴിച്ചുവിടും. എന്നാൽ ദൈവത്തിന്റെ സംരക്ഷണത്തിൽ കഴിയുന്നവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതുകൊണ്ട് സങ്കീർത്തനത്തിലൊക്കെ പറയുന്നത്, നിന്റെ ഇടത്തും വലത്തും ആയിരങ്ങളും പതിനായിരങ്ങളും മരിച്ചു വീണാലും നീ അതൊന്നും ഓർത്ത് നീ ഭയപ്പെടേണ്ട. കാരണം നിന്റെ കൂടെ ആരുണ്ട്? നീ കർത്താവിൽ ആശ്രയിക്കുന്നത് കൊണ്ട്, കർത്താവിന്റെ വചനങ്ങൾ പാലിക്കുന്നതുകൊണ്ട് നീ അതിനൊന്നും ഭയപ്പെടേണ്ട. ഞാൻ ഓർക്കുക, ഈ ദിവസങ്ങളിലൊക്കെ പലരും അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ആകുലപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ദുരന്തങ്ങൾ ഉണ്ടാവുന്നില്ല, എന്ത് കഷ്ടമാണ് ഇങ്ങനെ ആൾക്കാർ. ഇത് നമ്മൾ ദൈവത്തോട് പറഞ്ഞിട്ട് വേണോ ദൈവം ഇതറിയാനാ? നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ദൈവം നമ്മളോട് പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകും, അത്യുന്നതന്റെ സംരക്ഷണം നമുക്കുണ്ടാവും. എന്ന് കരുതി ദൈവത്തിൽ ആശ്രയിക്കാത്തവരാണ് മരിച്ചു പോകുന്നതെന്നല്ല അതിന്റെ അർത്ഥം. തിന്മ എവിടെ വർദ്ധിക്കുന്നുവോ അവിടെ പിശാചിന്റെ പ്രവർത്തനം ഉണ്ടാകും. തിന്മ വർദ്ധിക്കുന്നിടത്തല്ല, അത് സഭയിലാണേലും സമൂഹത്തിലാണേലും കുടുംബത്തിലാണേലും, ഒരു വ്യക്തിയെങ്കിലും ആ സമൂഹത്തിന് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനില്ലെങ്കിൽ ആ പ്രദേശം തിന്മയുടെ അടിമത്തത്തിലേക്ക് കടന്നു പോകും. തിന്മ എന്ന് പറയുമ്പോൾ സ്നേഹമില്ലാത്ത സമൂഹമല്ല, യഥാർത്ഥ ദൈവത്തെ, ഏക സത്യ ദൈവത്തെ ആരാധിക്കുവാനും. പഴയ നിയമത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, അവിടെ ഒരു രാജാവ് 3 യുവാക്കളെ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. എന്താണ് കാരണം? അത് ആ രാജാവിന്റെ കീഴിലുള്ള, അതായത് ആ രാജാവും പ്രജകളും പറയുന്ന അന്ധവിശ്വാസത്തിന് മുട്ടുമടക്കാത്തത് കൊണ്ട്, വിഗ്രഹത്തെ ആരാധിക്കാത്തത് കൊണ്ട് ഈ രാജാവ് പറഞ്ഞു, ഇവരെ 3 പേരെയും എടുത്ത് അഗ്നികുണ്ഡത്തിലേക്ക് എറിയുക. അങ്ങനെ എറിയുന്നതിന് മുൻപ് ഈ 3 യുവാക്കളോട് വീണ്ടും ചോദിച്ചു, നിങ്ങൾ ഈ വിഗ്രഹത്തെ കുമ്പിടുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന അബ്രാഹത്തിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ഇപ്പോഴും ആശ്രയിച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ അഗ്നികുണ്ഡത്തിൽ വീഴേണ്ടി വരും. അപ്പോൾ ഈ 3 യുവാക്കൾ പറഞ്ഞൊരു വാക്കാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ടത്. അവർ പറയുന്നുണ്ട്, ഈ അഗ്നികുണ്ഡത്തിൽ നിന്നും ദൈവത്തിന് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിക്കും. ഈ അഗ്നിയിൽ നിന്നും ദൈവത്തിന് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ഈ അഗ്നിയിൽ നിന്നും ദൈവം ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ലെങ്കിലും ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല. ഈ അഗ്നി എരിഞ്ഞ് ഞങ്ങൾ ചാമ്പലായാലും ഞങ്ങൾക്ക് വിഷമമില്ല. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ഏക സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. ആ ദൈവത്തെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഇന്ത്യയിലൊക്കെ തോമാസ് ലീഹ വന്ന് മാമോദീസ മുക്കിയില്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞൊരു സമൂഹം ഇന്ത്യയിൽ ഉണ്ടാവില്ലായിരുന്നു. ഈ ഇന്ത്യയില് നമ്മള് പലപ്പോഴും നമ്മുടെ ബൈബിള് ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രമാണ്. അതുപോലെ ഇന്ത്യയില് ദൈവവിശ്വാസികൾ ഒത്തിരി പേരുണ്ടായിരുന്നു, ദൈവത്തെ അറിയുന്ന ജ്ഞാനികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഹൈന്ദവ സമൂഹത്തില് അവരുടെ
മതഗ്രന്ഥമായ വേദങ്ങളിലൊക്കെ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രജാപതി, അതായത് ദൈവത്തിന്റെ പുത്രനെ കുറിച്ച്, പ്രജാപതിയെ കുറിച്ച് വേദങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈശോ ജനിച്ചപ്പോൾ 3 രാജാക്കന്മാര് ഈശോയുടെ അടുത്ത് വന്ന് ഈശോയെ ആരാധിക്കുന്നുണ്ട്. അത് ഇന്ത്യയിൽ നിന്ന് പോയ രാജാക്കന്മാരാണെന്നാണ് ചരിത്രം പഠിക്കുമ്പോൾ സൂചിപ്പിക്കുക. കാരണം ഇന്ത്യയിലുള്ളത് ഒത്തിരി മഹർഷിമാരും അവര് ദൈവത്തെ തേടുന്നവരായിരുന്നു, ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു. ഇന്ത്യയിലുള്ള ഹൈന്ദവ സമൂഹം അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ജനങ്ങള് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവര്, നല്ല മനുഷ്യരായിരുന്നു. അവര് ദൈവമുണ്ടെന്നും ദൈവം വരുമെന്നും പ്രതീക്ഷിച്ചിരിക്കുന്നവർ. അതുകൊണ്ടാണ് അവരുടെ വേദങ്ങളിൽ, മഹർഷിമാരൊക്കെ എഴുതിയിരിക്കുന്ന ആ വേദങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇതാ പ്രജാപതി എങ്ങനെ വരും, പ്രജാപതിയുടെ ലക്ഷണങ്ങൾ 3 ആണികളാൽ തൂങ്ങപ്പെടും, അവന്റെ അസ്ഥികൾ തകർക്കപ്പെടുകയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കന്യകയിൽ നിന്ന് ജനിക്കുന്ന, ഇങ്ങനെ വേദങ്ങളിൽ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അവനായിരിക്കും യഥാർത്ഥ ദൈവപുത്രനെന്ന്, യഥാർത്ഥ ദൈവം അവനായിരിക്കുമെന്ന് ഇത് വേദങ്ങളിൽ പറയുന്നുണ്ട്. വേദങ്ങളാണ് യഥാർത്ഥ മതഗ്രന്ഥം. പക്ഷെ ഈ മതഗ്രന്ഥങ്ങളിൽ യേശുവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഈ ഇന്ത്യയിലെ ജ്ഞാനികൾക്ക് ഒരു സന്ദേശം ലഭിച്ചു. ഇതാ ദൈവത്തിന്റെ പുത്രൻ, ഈ പ്രജാപതി ഇതാ ജെറുസലേമില്, അവിടെ ഇതാ കാലിത്തൊഴുത്തില് ജനിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അവനെ പോയി ആരാധിക്കാം. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് പോയ 3 രാജാക്കന്മാരെന്ന് പറയുമ്പോൾ 3 സ്ഥലത്തെ രാജാക്കന്മാരാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ഒരു രാജാവ് പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ രാജാവിന് ദർശനം കിട്ടിക്കൊണ്ടാന്ന് നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഇവിടെ 3 രാജാക്കന്മാരാ, 3 സ്ഥലത്തിന്റെ 3 രാജ്യത്തിന്റെ രാജാക്കന്മാർക്കും ഒരുപോലെ സന്ദേശം കിട്ടുകയാണ്. ജ്ഞാനികളിലൂടെ ഒരുപോലെ സന്ദേശം കിട്ടുകയാണ്, ഇതാ ദൈവത്തിന്റെ പുത്രൻ ജനിച്ചിരിക്കുന്നു. ഇവർ 3 പേരും പോയി അവിടെ ചെന്നപ്പോൾ ഒരുമിച്ച് അവിടെ ചെന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യയിൽ തന്നെ ദൈവത്തിന്റെ പ്രവർത്തനം, ദൈവിക ജ്ഞാനമുള്ളവർ ഒത്തിരി പേരുണ്ടായിരുന്നു പണ്ട്. അതിനുശേഷമൊക്കെ എഴുതിയ ഗ്രന്ഥങ്ങള് അതൊന്നും ദൈവിക ജ്ഞാനത്തിൽ നിന്ന് വന്നതല്ല. മറ്റുള്ളവരെ കൊന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാമെന്നും, സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് സുഖമായിട്ട് ജീവിക്കാമെന്നും, ഈ ഭൂമിയിലുള്ള സുഖ സൗകര്യങ്ങൾ, സന്തോഷങ്ങൾ അവിടെ കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജമായ ഗ്രന്ഥങ്ങൾ, വർഷങ്ങൾക്ക് ശേഷം എഴുതിയ ഗ്രന്ഥങ്ങളൊന്നും, അതൊന്നും യഥാർത്ഥ സത്യദൈവത്തെ സൂചിപ്പിക്കുന്നതല്ല. സത്യദൈവത്തെ വേദങ്ങളിൽ പറയുന്നുണ്ട്, സത്യദൈവം ആരാണെന്നും അതിന് പിന്നീടാണ് ക്രിസ്തുവിന്റെ വരവ്. ആ ഈശോ വന്നപ്പോൾ അവിടുന്ന് തന്നെ വെളിപ്പെടുത്തി, ഇതാ ദൈവത്തിന്റെ പുത്രനിൽ വിശ്വസിക്കുക, ഏക സത്യ ദൈവമായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് രക്ഷ എന്ന് അവിടുന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട്, പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ഈ ഭൂമിയിലേക്ക് മനുഷ്യമക്കളെ രക്ഷിക്കുവാൻ വേണ്ടി സ്നേഹത്തിന്റെ സന്ദേശവുമായിട്ട് വന്ന, ക്ഷമയുടെ സന്ദേശവുമായിട്ട് വന്ന, നമുക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാകുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തന്ന ഏക സത്യദൈവമായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, അതാണ് പൗലോസ്ലീഹ പറഞ്ഞ, യേശുവിൽ നീ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പൊ ഈ 3 അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ആ 3 യുവാക്കള്, അവര് അഗ്നിയിൽ വെന്ത് നശിക്കാതെ, ഒരു പോറൽ പോലും പറ്റാതെ, അവരുടെ രോമം പോലും കരിയാതെ അവരെ അഗ്നികുണ്ഡത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി നല്ല ഒരു ദൂതൻ ഇറങ്ങി വന്ന് അവരെ ചുറ്റിനും നല്ല ഒരു സംരക്ഷണ വലയം കിട്ടിയപ്പോൾ രാജാവ് പറഞ്ഞു, നിർത്ത്, ഇതാ 3 പേരെയല്ലേ നമ്മൾ അഗ്നികുണ്ഡത്തിലേക്ക് ഇട്ടത്, 4 പേരുണ്ടല്ലോ, അവരെ 3 പേരെയും പുറത്തിറക്കുക. അവർ പുറത്തിറങ്ങി വന്നപ്പോൾ രാജാവ് തന്നെ ഉത്തരവിട്ടു, ഇതാ ഇവരാരാധിക്കുന്ന യഥാർത്ഥ സത്യദൈവത്തെ, അബ്രാഹത്തിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോവിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ ഇനി ഈ രാജ്യത്തിൽ ആരും ആരാധന അർപ്പിക്കാൻ പാടില്ല. ഇതാണ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ആ 3 യുവാക്കൾക്ക്. എന്തു വന്നാലും, എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ദൈവത്തിന് നിരക്കാത്ത ഒന്നും ഞാൻ ചെയ്യില്ല, ദൈവവചനത്തെ ധിക്കരിച്ചുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യുകയില്ല എന്ന് തീരുമാനമെടുക്കുമ്പോൾ, ദൈവവചനത്തോട്, ദൈവത്തിന്റെ സംരക്ഷണത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, നിനക്ക് ദൈവത്തിൽ നിന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നിനക്ക് ദൈവത്തിന്റെ സംരക്ഷണം നിനക്ക് ലഭിക്കും. ആ യുവാക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് അഗ്നികുണ്ഡത്തിൽ വേണ്ടി ഞങ്ങൾ മരിച്ചു പോയാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇന്ന് നമുക്ക് പറയാൻ സാധിക്കണം, അതായത് പ്രളയം വന്നാലും എന്ത് ദുരന്തം വന്നാലും ഞങ്ങൾ മരിച്ചു പോയാലും ഞങ്ങൾ ദൈവത്തെ കുറ്റപ്പെടുത്തുകയില്ല. ഇതെല്ലാം ദൈവം അറിയാണ്ട് ഒന്നും വരികയില്ല. ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്, ഭൂമിയിലുള്ള ഓരോ മനുഷ്യനെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. എന്നാൽ നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നവരാണെങ്കിലോ, കർത്താവിനോട് ചേർന്ന് ദൈവത്തിൽ വിശ്വസിച്ച് അടിയുറച്ച് ജീവിക്കുന്നവരാണെങ്കിൽ നമ്മൾ വെട്ടിയറിയപ്പെടുകയില്ല. ഇനി രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നാലും നമുക്ക് ഈ ലോകത്തിൽ ഒരു മരണമേ ഉള്ളൂ. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, പ്രളയം വന്നാലും ഭൂകമ്പം വന്നാലും ഇല്ലെങ്കിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും മരണപ്പെട്ടു പോയെന്നാൽ ഒരു മനുഷ്യന് ഈ ലോകത്തിൽ ഒരു മരണമേ ഉള്ളൂ.
തൻ്റെ ശരീരത്തിൽ നിന്ന് വിടുന്ന ഒരു മരണമേ ഉള്ളൂ. എന്നാൽ അത് ക്രിസ്തുവിനോട് കൂടിയാണ് മരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവന് നിത്യജീവൻ ദൈവം അവർ നൽകും. നിസ്സാരം നിങ്ങൾ ഓർത്ത് നോക്കി, ഒരു തേങ്ങ തലയിൽ വീണ് കഴിഞ്ഞാൽ ഒരാൾക്ക് മരിച്ചു പോകാം. നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി നമ്മൾ മരിക്കുന്നു. ഓരോ ദിവസം എത്രയോ ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്ന അപകടത്തിലൂടെ ഏതെങ്കിലും രീതിയിൽ മരിക്കുന്നുണ്ട്. രക്തസാക്ഷിത്വം മരിച്ചുകൊണ്ട് മറ്റുള്ളവരാൽ കൊല്ലപ്പെടുന്നവരുണ്ട്. അപ്പൊ മരണം മനുഷ്യന് മുൻപിലുണ്ട്, ഏത് നിമിഷമുണ്ട്. എന്നാൽ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത്, ഈ മരണം ദൈവത്തോട് കൂടിയാണെങ്കിൽ അവിടെയാണ് നമുക്ക് ആ മരണത്തിൽ ശ്രേഷ്ഠത കാണാൻ സാധിക്കുക. നമ്മുടെ ആത്മാവ് നിത്യജീവനിലേക്ക് പോവുക. നമ്മൾ എത്ര മണിക്കൂർ ജീവിക്കുന്നെന്ന്, എത്ര ദിവസം ജീവിക്കുന്നു നമുക്ക് പറയാൻ സാധിക്കില്ല. അടുത്ത നേരം വെളുപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ, അടുത്ത ദിവസം കാണാൻ സാധിക്കുമോ നമുക്ക് പറയാൻ സാധിക്കില്ല. ജീവിക്കുന്ന അത്രയും നാള് ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെയാണ് ദൈവത്തിന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുക. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം സംരക്ഷിക്കും. കാരണം അവനിലൂടെ കർത്താവിന് പല കാര്യങ്ങളും ഈ ഭൂമിയിൽ ചെയ്യുവാനുണ്ട്. അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുക. തീർച്ചയായിട്ടും ദൈവം നമ്മളെ സംരക്ഷിക്കും. വചനം പറയുകയാണ്, ദൈവത്തിന് വിധേയരാകുവിൻ, ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുവിൻ, ദൈവകൽപ്പനകൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുവിൻ, പിശാചിനെ ചെറുത്ത് നിൽക്കുക. അങ്ങനെ നമുക്ക് പിശാചിനെ ചെറുത്ത് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവം പറയുന്ന അതുപടി അനുസരിക്കണം. ദൈവവചനം അതുപോലെ അനുസരിക്കുകയും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നവർക്കല്ലാതെ, യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നവർക്കല്ലാതെ പിശാചിനെ എതിർത്ത് നിൽക്കാൻ സാധിക്കുകയില്ല. 8-ാമത്തെ തിരുവചനം ഈ പ്രകാരമാണ് പറയുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. നമ്മൾ ഓരോ പ്രശ്നങ്ങളും, നമ്മുടെ പ്രതിസന്ധികൾ വരുമ്പോൾ, നമ്മൾ സന്തോഷമായാലും ദുഃഖമായാലും ദൈവത്തോട് ചേർന്ന് നിന്നാൽ, ഞാൻ ഓർക്കുക, ഈ കൊറോണയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അന്നൊക്കെ ഭയങ്കര പ്രാർത്ഥനയാണ്. ദേവാലയത്തിലൊക്കെ ആൾക്കാർ ഇടിച്ചു കയറുവാണ്. കൊറോണ കഴിഞ്ഞ് ആ ഒരു സമയത്തൊക്കെ പ്രാർത്ഥിക്കുവാൻ ഭയങ്കര തീക്ഷ്ണത, ഓൺലൈൻ പ്രാർത്ഥന അല്ലാതെയൊക്കെയുള്ള, അതുപോലെ ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ജലപ്രളയങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അന്നേരമൊക്കെ ജനങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഭയങ്കര താല്പര്യമാണ്. കാരണം എന്താണ്? അവരുടെ ജീവന് വേണ്ടിയിട്ട്, ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയല്ല, അവർക്ക് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഈ ദൈവം കാണിച്ചു തരുന്ന ഈ ദുരന്തങ്ങൾ, അടയാളങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ അവയോർത്ത് പേടിക്കുകയല്ല. ശിഷ്യന്മാർ പേടിച്ചതുപോലെ വള്ളത്തിൽ കിടന്ന് ഈശോയെ വിളിച്ചുണർത്താനല്ല പോകേണ്ടത്. ഈശോയോട് ചേർന്ന് നിൽക്കുക, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക. വള്ളം മുങ്ങിയാലും ക്രിസ്തുവിനോടൊപ്പമാണ് മുങ്ങുന്നത്. നിങ്ങൾ എന്തിനു പിന്നെ ഭയപ്പെടണം? ഈശോ ചോദിക്കുന്ന അതാ, നിങ്ങൾക്ക് എന്തേ വിശ്വാസമില്ലാത്തത്? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് നിങ്ങൾ എന്തേ ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്നത്? നിങ്ങൾ ഈ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ കണ്ട് ഭയപ്പെടുന്ന എന്തുകൊണ്ടാണ്? നിങ്ങൾ അതൊന്നും ഭയപ്പെടണ്ട. സങ്കീർത്തനം പറയുന്നില്ലേ, ഇതൊന്നും കണ്ട് നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുക. 91-ാം സങ്കീർത്തനം നിങ്ങൾ മനസ്സിരുത്തി വായിക്കുക. വായിച്ചു കഴിയുമ്പോൾ അത് വായിച്ചത് കൊണ്ടല്ല അനുഗ്രഹം കിട്ടുന്നത്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടാകും. ആ വള്ളത്തിൽ കിടന്ന ഈശോയോട് ചേർന്നിരുന്നെങ്കിൽ അവര് ആകുലപ്പെട്ടു, അവര് ഭയപ്പെട്ടെന്തുകൊണ്ട്? കർത്താവ് കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം അവർക്കില്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വന്നാലും ദൈവത്തോട് നിങ്ങൾ ചേർന്ന് നിൽക്കുക. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ ചേർത്ത് നിർത്തും. ഭയപ്പെടുത്തുന്ന അവസ്ഥകൾ കണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുമല്ല, ദൈവത്തെ കുറ്റപ്പെടുത്തുകയല്ല, ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുകയല്ല. ദൈവത്തോട് ചോദ്യം ചോദിക്കാൻ ഞാൻ ആരാണ്? എൻ്റെ ജീവിതത്തെ ദൈവം എടുക്കുവാനും ദൈവത്തിന്റെ കരങ്ങളിൽ അതിനെ ഏത് രീതിയിൽ കൊണ്ടുപോകാനും ദൈവത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നെ സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ എനിക്ക് ദൈവത്തോട് ചോദ്യം ചോദിക്കാനുള്ള അവകാശമില്ല. അതുകൊണ്ട് സഹോദരെ, നിങ്ങൾ ഓർക്കുക, ഈ മുൻപിൽ കാണുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇതൊന്നും കണ്ട് യഥാർത്ഥ ഒരു വിശ്വാസി ഭയപ്പെടാൻ പാടില്ല. നീ കർത്താവിൽ വിശ്വസിക്കുന്ന, യേശു ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ ഇടതും വലതും മുൻപിലും പിന്നിലും കാണുന്ന ദുരന്തങ്ങളോ അസ്വസ്ഥതകളോ കണ്ട്, പ്രതിസന്ധികളോ കണ്ട് നീ ഭയപ്പെടില്ല. കാരണം നിന്റെ കൂടെ ദൈവമുണ്ടെന്ന് നിനക്ക് ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മുട്ടുനിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാകരുത് നീ. മറിച്ച് നീ എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി ജീവിക്കുമ്പോൾ, ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അതാണ് യഥാർത്ഥ വിശ്വാസം. അല്ലാതെ പ്രതിസന്ധികൾ വരുമ്പോൾ അന്നേരം ഓടി കർത്താവിന്റെ അടുത്തേക്ക്, കർത്താവ് ഇതാ ഞങ്ങൾ നശിക്കാൻ പോകുന്നു, ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇന്ന് കർത്താവിനോട് ചോദ്യം ചോദിക്കുകയും അവിടുത്തോട് മറുതലിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി യഥാർത്ഥ വിശ്വാസിയല്ല. യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് അഗ്നികുണ്ഡത്തിൽ എറിയപ്പെടുമ്പോഴും ഞാൻ കത്തി നശിച്ചു പോയാലും എൻ്റെ ദൈവത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് പൂർണ്ണ സമർപ്പണം. എന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും, എന്ത് ദുരന്തങ്ങൾ വന്നാലും കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ധൈര്യം നിനക്കുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ വിശ്വാസം. ആ വിശ്വാസത്തിൽ അടിയുറച്ചുള്ള ജീവിതം
നയിക്കുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. അതിന് കർത്താവ് ചില അടയാളങ്ങൾ ചുറ്റുപാട് നമുക്ക് കാണുമ്പോൾ നമ്മൾ ഭയപ്പെടരുത്, ജാഗരൂകരായിട്ടിരിക്കണം. കാരണം കർത്താവിൻ്റെ രണ്ടാം വരവ് അടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും ഒരുങ്ങുവാനാണ് ചില അസ്വസ്ഥതകൾ നമ്മുടെ ചുറ്റുപാടും കാണിക്കുക. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പ്രതിസന്ധികൾ മുമ്പിലുണ്ടായാലും നമ്മൾ അതിനൊന്നും ശ്രദ്ധിക്കുകയേ വേണ്ട. കാരണം നമ്മുടെ കൂടെയുള്ള ശക്തനായ ദൈവമാണ്, യഥാർത്ഥ സത്യ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അതുകൊണ്ട് നമ്മൾ ആകുലപ്പെടേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന അസ്വസ്ഥതകൾ കണ്ട് ഭീതിപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ കൂടെ ആരുണ്ട്? നമ്മുടെ കൂടെ യഥാർത്ഥ സത്യ ദൈവമുണ്ട്. ആ ദൈവത്തോട് ചേർന്ന് ജീവിക്കുക. ദൈവത്തെ തള്ളി പറയാതെ ദൈവ കൽപ്പനകൾ അനുസരിച്ച് ദിവികാരുണ്യ ഈശോയെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് നീ ജീവിക്കുക. ദൈവത്തിന്റെ കരുണയുടെ വാതിലൂടെ കുമ്പസാരത്തിലെയും കുർബാനയിലൂടെയും പരിശുദ്ധമ്മയുടെ കരം പിടിച്ച് നടക്കുമ്പോൾ നിന്നെ കർത്താവ് സംരക്ഷിച്ചുകൊള്ളും. നിനക്ക് നല്ല ജീവിതം അവിടുന്ന് വാഗ്ദാനം ചെയ്തുകൊള്ളും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയോട് ചേർന്നുകൊണ്ട് അമ്മയെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള ശക്തി പരിശുദ്ധമ്മേ മാതാവേ ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. നീ എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയും നീ